Good morning, dear students. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MA പൊളിറ്റിക്കൽ സയൻസ് അതേപോലെ തന്നെ MA സോഷ്യോളജി ഈ വിഷയങ്ങളെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് MPS 003 എന്നൊരു ടെക്സ്റ്റ് ബുക്ക് MPS 003 അതിൽ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു പാർട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു പുസ്തകമാണ്. ഒരു പാർട്ടെന്നല്ല, ആ ഒരു പുസ്തകം വോളിയം 1 ഉണ്ട്, വോളിയം 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നാം ഇന്ന് യൂണിറ്റ് 18 ഏതാനും ഭാഗങ്ങളാണ്. ആ യൂണിറ്റ് 18 ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് സിവിൽ സൊസൈറ്റീസ്, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, NGOs ആൻഡ് വോളണ്ടറി ആക്ഷൻ എന്നുള്ളൊരു ഭാഗമാണ്. നമുക്കിന്ന് സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സെഷൻ വൈസ് നോക്കാം. Okay, you see, in recent decades there has been a total rethinking of the developmental strategies we adopted in the post-independence period. This rethinking has been partly stimulated by the still persisting socio-economic problems of both the rural and urban masses, as well as the neglected tribes of the hilly regions. These developmental strategies have not only failed to solve the problems of poverty, illiteracy, and health insecurities, but also instead and added newer problems to the existing list of issues. അപ്പോൾ ഈ പാർട്ട് എന്താ വിശദമാക്കുന്നത്? അതായത് അടുത്ത ഏതാനും വർഷങ്ങളായിട്ട് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസിനെ പറ്റിയൊരു പുനർവിചിന്തനം നടത്തുന്നുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നമ്മളുടെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഭരണതലത്തിൽ നടപ്പിലാക്കിയ ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് അത് വേണ്ടത്ര ഉപകാരപ്രദമാണോ, അതിനെ സംബന്ധിച്ചൊരു റീതിങ്കിങ്. അപ്പോൾ റീതിങ്കിങ് ഭാഗികമായിട്ട് അത് ശരിക്കും സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് അത് വേണ്ടതാണ്, അത് മാറ്റേണ്ടതാണ്. അതായത് ഗ്രാമീണ മേഖലയിലും അർബൻ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവരുടേതായ ആവശ്യങ്ങൾ, അതുപോലെ ട്രൈബൽ റീജിയൻസിലുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റേതായ ആവശ്യങ്ങൾ, ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നത് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് വെച്ച് മുന്നോട്ട് പോയാൽ ഈ ഗ്രാമീണ മേഖലയിലുള്ളതും അർബൻ മാസസിൻ്റെയും ഹിൽ ഏരിയയിലുള്ളതുമായ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ തഴയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിലവിലുള്ള ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് അത് ഒന്നും തന്നെ പര്യാപ്തമല്ല. അതായത് പോവർട്ടി, ഇല്ലിറ്ററസി, ഹെൽത്ത് ഇൻസെക്യൂരിറ്റീസൊക്കെ നിലവിൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഫെയിൽ ആണ്. അത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ പരിഹരിക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് ഈ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങളായ പോവർട്ടി, ഇല്ലിറ്ററസി, ഹെൽത്ത് ഇൻസെക്യൂരിറ്റീസ് അതെല്ലാം കൂടുകയെന്ന് മാത്രമല്ല, പുതിയ ലിസ്റ്റ് ഓഫ് ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും എന്നതുമാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇൻ അറ്റംപ്റ്റിംഗ് ഫോർ ആൻ ഇൻട്രോസ്പെക്ഷൻ ആസ് ടു വാട്ട് വെൻറ്റ് റോങ് വിത്ത് ദ വോൾ എക്സസൈസ്, ഇൻവേരിയബിളി ദ സ്റ്റേറ്റ് എമർജസ് ആസ് ദ ആൻറ്റി ഹീറോ അറ്റ് ദി എൻഡ് ഓഫ് മോസ്റ്റ് ഓഫ് ദി അനാലിസിസ്. ദ സ്റ്റേറ്റ് സെൻട്രിക് ഡെവലപ്മെൻറ്റൽ അപ്രോച്ച് ഫോളോഡ് ബൈ ദ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ സ്റ്റേറ്റ് has been held accused for all the misadvantages or all the misadventures. Though the development has been carried out within the ideological framework of as well as the functioning of a vibrant democratic Indian polity. The social, political and scenario, ഇപ്പോൾ നിലവിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ സിനോറിയോ എന്ന് പറയുമ്പോഴേക്കും അത് ഒരിക്കലും എന്തല്ല, അത് ഗുണകരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുണകരമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും ഗുണകരമായ രീതിയിലുള്ള ചില സിറ്റുവേഷൻസ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നിലവിലുള്ള സ്റ്റേറ്റിൻ്റെ സെൻട്രൽ ഗോൾ, അവരുടെ ബ്യൂറോക്രസി, അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, ഇത് കാണിക്കുന്നത് എന്തെന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനെ തികച്ചും അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ്. ലാർജ് മാസസിൻ്റേതായ ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റേതായ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടേതായ ആവശ്യങ്ങളെ ഒന്നും തന്നെ വേണ്ടത്ര രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നില്ല, വേണ്ടത്ര രീതിയിൽ
ചിത്രീകരിക്കപ്പെടുന്നില്ല. വേണ്ടയിടത്തത് വേണ്ടത്ര രീതിയിൽ അത് എന്ത് ചെയ്യപ്പെടുന്നില്ല, അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ പ്രാധാന്യം ലോക്കൽ പീപ്പിളിനെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ ദോ ദ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ബീൻ ഹെൽഡ് അക്യൂസ്ഡ് ഫോർ ആൾ ദ misadventures. The central role given the state and the bureaucracy in the developmental project seem to have precluded any real democratic participation. അവയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനൊക്കെ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, ജനാധിപത്യപരമായ പങ്കാളിത്തം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലോക്കൽ കമ്മ്യൂണിറ്റീസിലെ ഇത് ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ എക്സിസ്റ്റൻസ് അതെല്ലാം സെൻറ്റേഡാണ്. അപ്പോൾ സെൻറ്റേഡായിട്ട് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനത്തിൽ നിന്നും ഇത് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിലവിലുള്ള സാഹചര്യത്തിനൊരു ചേഞ്ച് ഉണ്ടാവണം. As the categories that we examines, the movement and voluntary sectors focusing on specific issues. ഈ സ്പെസിഫിക് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവേണ്ടതുണ്ട്? ആ സ്പെസിഫിക് ഇഷ്യൂസ് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത്, അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ റീസർജൻസ് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഓഫ് ഡെമോക്രസീസ് സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ ഒരു റീസർജൻസ് കാറ്റഗറി ഓഫ് സിവിൽ സൊസൈറ്റി അതിവിടെ വേണ്ടിവരും. അതാണ് ദാറ്റ് ഹാസ് ബീൻ ദി റെസ്പോൺസ് ടു ദീസ് എക്സ്പെരിമെൻ്റൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ എക്സ്പെരിമെൻറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു റീസർജൻസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിവിടെ അത്യന്താപേക്ഷിതമായി വരുന്നു. എ റീസർജൻസ് ഓഫ് ദ കാറ്റഗറി ഓഫ് സിവിൽ സൊസൈറ്റി ഹാസ് ബീൻ റെസ്പോൺസ് ടു ദീസ് എക്സ്പെരിമെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് ഫ്രം ദി ഡൊമൈൻ ഓഫ് theoreticians. The eclipse of civil society due to the towering figure of the state is held to be responsible for the developmental approach not reaching its proclaimed destination of the welfare of the masses. അപ്പോൾ ഇവിടെ സെൻറ്റേഡായിട്ടുള്ള ഭരണ സംവിധാനം എല്ലാം തന്നെ കേന്ദ്രീകൃതമായ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവരൊന്നും തന്നെ ശരിയായ അർത്ഥതലത്തിലേക്ക് ഡെവലപ്മെൻ്റൽ അപ്രോച്ചിനെ ആ ഡെസ്റ്റിനേഷൻ അതെവിടെയാണോ എത്തിക്കേണ്ടത് ജനങ്ങളുടെ ആ ഒരു ക്ഷേമാധിഷ്ഠിത പ്രവർത്തനങ്ങൾ എന്ന രീതിയിലേക്ക് ശരിയായ രീതിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എ റിവൈവൽ ഓഫ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് എ സിവിൽ ആക്റ്റീവ് സൊസൈറ്റി ദാറ്റ് സപ്പോസ് ടു ബി എ പ്രീ കണ്ടീഷൻ ഫോർ ദ റിയലൈസേഷൻ ഓഫ് ട്രൂ ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസി എന്താവണം? ഡെമോക്രസി എന്നത് അർത്ഥവത്താവണം. അതിനെന്ത് വേണം? ഡെവലപ്മെൻ്റൽ അപ്രോച്ചിലെ മാറ്റങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ റീകൺസ്ട്രക്ഷൻ ആക്റ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ്. സിവിൽ സൊസൈറ്റിക്ക് ഒരു റീകൺസ്ട്രക്ഷൻ, ആ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അത് തന്നെയാണ് ഒരു അത്യന്താപേക്ഷിതമായ ഒരു കണ്ടീഷൻ. അതുണ്ടെങ്കിൽ മാത്രമേ ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു റീകൺസ്ട്രക്ഷനും റിവൈവലും ഉണ്ടെങ്കിൽ മാത്രമേ ഡെമോക്രസി അതിൻ്റെ ഡെവലപ്മെൻ്റൽ ലെവലിലേക്ക് ട്രൂ എന്ന രീതിയിൽ അത് റിയലൈസ് ചെയ്യപ്പെടുകയുള്ളൂ എന്നതാണ് പറയുന്നത്. സോ ഹിയർ ദി അഡ്വക്കേറ്റ്സ് പ്രൊപ്പോണൻസ് ഓഫ് also shared this view. So in this unit we will attempt to look into conceptual as well as practical issues that inform this kind of alternative framework of development and society development and also democracy. Okay, civil society. You see, civil society എന്ന് പറയുമ്പോൾ contemporary hype about civil society has been caused by the breakup of the socialist regimes in Russia and Eastern Europe and the revival of Tocquevillian tradition of celebrating the associational pluralism in the US. It has been surmised that the Soviet type experiments have failed because of the absence of civil society in such states. അപ്പോൾ സിവിൽ സൊസൈറ്റിയുടെ ആവശ്യകതയാണ്. സിവിൽ സൊസൈറ്റിയും സോഷ്യൽ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പൗരസമൂഹത്തിൻ്റേതായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ് എന്ന ആ ഒരു സംവിധാനത്തിന് പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കണമെന്നുള്ള
തീർച്ചയായിട്ടും ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ആ സോഷ്യൽ മൂവ്മെൻറ്റിന് രൂപം കൊടുക്കുന്ന സിവിൽ സൊസൈറ്റി തന്നെ ആയിരിക്കുള്ളൂ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സിന് രൂപം കൊടുക്കുവാനും ആ ഒരു സിസ്റ്റത്തിനുള്ളിലാണ് പൗരസമൂഹത്തിന് നിലനിൽക്കുവാനും അതുപോലെ ഡെമോക്രസിയുടെ എക്സിസ്റ്റൻസിന് ആവശ്യം വേണ്ട ഒരു നിലനിൽപ്പുണ്ടാക്കുവാനും സാധിക്കുക. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് സിവിൽ സൊസൈറ്റി എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. സിവിൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോഴേക്കും സിവിൽ സൊസൈറ്റി ഇറ്റ് ഹാസ് ആൾവേസ് ബീൻ എ പാർട്ട് ഓഫ് ലിബറൽ ഡെമോക്രാറ്റിക് തിയറീസ്. ദ ലിബറൽ നോഷൻ കൺസീവ്സ് ഓഫ് സിവിൽ സൊസൈറ്റി ആസ് എ സ്ഫിയർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബട്ട് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് വെയറിൻ ദ റൈറ്റ്സ് ബിയറിംഗ് ഇൻഡിവിജ്വൽസ് are free to pursue their private interest in free association with others. അതായത് പൗരസമൂഹത്തിൻ്റെ ഒരു തലം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമാണ്. ആ സ്വതന്ത്രമായ തലം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന് സാധിക്കണം. ആ സ്റ്റേറ്റിന് പൗരസമൂഹത്തിൻ്റെ അവകാശങ്ങൾ അവയെല്ലാം വ്യക്തികളുടേതായ അവകാശങ്ങൾ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ട് അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് സ്വതന്ത്രമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഇത് സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലിബറൽസ് ജെഎസ് മിൽ അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അലക്സിസ് ഡി ടൊക്കോവില്ലെ ഇവരെല്ലാം പറഞ്ഞു വയ്ക്കുന്ന ആശയം എന്തെന്നാൽ ഈ സിവിൽ സൊസൈറ്റി കൺസീവ് ചെയ്യുന്നത് എന്താണ്? എ ഡൊമൈൻ ഓഫ് സോഷ്യൽ അസോസിയേഷൻസ്. ആ സോഷ്യൽ അസോസിയേഷൻ്റെ ആ ഒരു ഡൊമൈൻ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ സോഷ്യൽ അസോസിയേഷൻ എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് വിച്ച് വുഡ് ചെക്ക് ദ എക്സസ് ഓഫ് ദി സ്റ്റേറ്റ് അമിതമായ അധികാരപരിധി ഉപയോഗിക്കുന്നുണ്ടോ? സിവിൽ സൊസൈറ്റിക്ക് അതിനുള്ള ഒരു ഡൊമൈൻ ഉണ്ട്, ഒരു അധികാരം സിവിൽ സൊസൈറ്റി. അപ്പോൾ ആ സിവിൽ സൊസൈറ്റിയാണ് ഈ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യപ്പെടുന്ന അമിത അധികാരം ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് സിവിൽ സൊസൈറ്റിയാണ്. They were concerned about the growing power of the state and held the view that without active social associations, even democracies could become despotic regimes. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം? സിവിൽ സൊസൈറ്റി ആക്റ്റീവ് ആവണം. സിവിൽ സൊസൈറ്റിയുടെ ആക്റ്റീവ് എക്സിസ്റ്റൻസ് ഇവിടെ ഇല്ലാതെ വന്നാലോ, അത് ഇല്ല എങ്കിൽ, ആക്റ്റീവ് സോഷ്യൽ അസോസിയേഷൻസ് ഇവിടെ ഇല്ല എങ്കിൽ ഡെമോക്രസീസ് ഒന്നും തന്നെ അതിൻ്റേതായ ശരിയായ രീതിയിൽ മാറില്ല. അപ്പോഴിവിടെ ശരിക്കും ഡെസ്പോട്ടിക് റെജീംസ് ആയിരിക്കും. ഭരണാധിപത്യം, സ്വേച്ഛാധിപത്യം, അതുപോലെ അതൊക്കെയായിരിക്കും പരിണിതഫലം. അത് മറിച്ച് ജനാധിപത്യം ഇവിടെ അത്യന്താപേക്ഷിതമായി ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം നേരായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. The early Marxist conception of civil society as one which plays a facilitating role for the functioning of the capitalist economy delimits the scope of social society too much, but it was successful in its attack on Hegel for subordinating the civil society to the state. Hegel saw the civil society the mediating domain where the particular interest of the individual and the universal interest of the state that could be reconciled in producing an ethical basis for the modern society. അപ്പോൾ ഏർലി മാർക്സിസ്റ്റ് കൺസെപ്ഷൻ, ഒരു പൗരസമൂഹവുമായി ബന്ധപ്പെട്ട് കാറൽ മാർക്സും അദ്ദേഹത്തിൻ്റെതായ കൂട്ടരും കൂടി പറയുന്ന ആ ഒരു ആശയം, അതിന് വളരെയധികം പ്രാധാന്യം ക്യാപിറ്റാലിസ്റ്റ് എക്കോണമിയിൽ സൊസൈറ്റിയിലെ പൗരസമൂഹത്തിൻ്റെതായ എക്സിസ്റ്റൻസിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സിവിൽ സൊസൈറ്റിയുടെ അധികാരപരിധിയെ പരിമിതപ്പെടുത്തുകയാണ് ക്യാപിറ്റാലിസ്റ്റ് സൊസൈറ്റി ചെയ്തു പോയിട്ടുള്ളത്. എന്നാൽ ക്യാപിറ്റാലിസ്റ്റ് സൊസൈറ്റിയുടെ മേലെ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു അറ്റാക്ക് എന്ന രീതിയിൽ സിവിൽ സൊസൈറ്റിയുടെ ഇടപെടൽ സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഈ അറ്റാക്കായിട്ട് ഇവിടെ ഹെഗൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ തിങ്കർ പറയുന്നതുണ്ട്. അതായത് ഹി സോ ഇൻ സിവിൽ സൊസൈറ്റി ദ മീഡിയേറ്റിംഗ് ഡൊമൈൻ. സിവിൽ സൊസൈറ്റിയിൽ ഒരു മീഡിയേറ്റിംഗ് ഡൊമൈൻ എന്ന രീതിയിൽ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിവേഴ്സൽ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഒരു മീഡിയേറ്റിംഗ് ഡൊമൈൻ എന്ന രീതിയിൽ ഒരുപക്ഷെ സ്റ്റേറ്റ് ജനങ്ങളിൽ നിന്നും വ്യതിചലിച്ചു മാറാം. പക്ഷേ ആ വ്യതിചലിച്ചു മാറുന്ന ആ ഒരു അവസ്ഥയിൽ സ്റ്റേറ്റിനെ തിരുത്താനും പൗരസമൂഹത്തിൻ്റെ ഇടപെടലും ഉണ്ടാകുമ്പോൾ ജനാധിപത്യം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുവാനായിട്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ മോഡേൺ സൊസൈറ്റിയിൽ സാധിക്കും. ഹെഗൽ കൺസേൺഡ് അബൌട്ട് ദ ലോസ് ഓഫ് മൊറാലിറ്റി
in modern society due to the non-availability of traditional community relations to the modern humans. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഇടയിലെ പരമ്പരാഗതമായ രീതിയിലുള്ള മനുഷ്യബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. അതിൻ്റെ ഒരു ലഭ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ മോഡേൺ സൊസൈറ്റിയിൽ മൊറാലിറ്റിയുടെ ഒരു അഭാവമുണ്ട്, ധാർമ്മികതയുടെ അഭാവമുള്ളതാണ് ഇന്നത്തെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുക. എന്നാൽ പോലും സിവിൽ സൊസൈറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് പർട്ടിക്കുലർ ടെൻഡൻസീസ് ഇഫ് ലെഫ്റ്റ് അലോൺ വിൽ ഡിസ്ട്രോയ് ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും സിവിൽ സൊസൈറ്റി തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പൊതു സ്വഭാവം, പ്രത്യേക തരത്തിലുള്ള ചില പ്രവണതകളെല്ലാം തന്നെ നിലവിലുള്ളത് അത് ആ സൊസൈറ്റിയെ തന്നെ നശിപ്പിക്കാനായിട്ട് ഒരു പക്ഷേ ഇടയാക്കുമെന്നാണ് ആരുടെയാണ് ഹെഗലിൻ്റെ അഭിപ്രായം. സോ ഇൻ ഹെഗൽസ് വ്യൂ ദോ സിവിൽ സൊസൈറ്റി എംബോഡീസ് ദ യുണീക്ക് അച്ചീവ്മെൻറ്റ് ഓഫ് മോഡേണിറ്റി that of the individual, it has to be organized and institutionalized through the state. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ആധുനിക സമൂഹം, ആ സമൂഹത്തിൻ്റെ ഇടപെടലിലുള്ള ചില വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും വൈവിധ്യങ്ങളുമൊക്കെ ഉള്ളത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ദോഷമായി വരുന്നതാണ്. കാരണം പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള മാനുഷിക ബന്ധങ്ങളൊന്നും ഇന്ന് നമ്മളുടെ ആധുനിക സമൂഹത്തിൽ കാണാനില്ല. അപ്പോൾ സമൂഹത്തിന് തന്നെ ഒരു കെട്ടുറപ്പ് ഇല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ സിവിൽ സൊസൈറ്റി ഒരു യുണീക്ക് അച്ചീവ്മെൻ്റ് എന്ന രീതിയിൽ മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, അത് വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ആധുനികതയുടെ ഭാഗമെന്ന രീതിയിൽ നേട്ടങ്ങളുടെ പുറകെ പോകുമ്പോൾ, ആ നേട്ടങ്ങൾ നേടുന്നതിന് നമ്മുടെ സൊസൈറ്റിയെ ഒന്ന് ഓർഗനൈസ്ഡ് വേയിൽ, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എന്ന രീതിയിൽ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിലൂടെയാണ് നമുക്ക് സാധ്യമാകുക എന്നും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഗ്രാംസി deepened our understanding of the civil society by extending the Marxian logic. കാർൽ മാർക്സ് പറഞ്ഞിരിക്കുന്ന ആശയത്തെ ഒന്നുകൂടി ഡീപ്പെൻഡ് എന്ന രീതിയിൽ, കൂടുതൽ ആധുനികമായ രീതിയിൽ അദ്ദേഹം കുറച്ചുകൂടി ഡീപ്പെൻഡ് എന്ന രീതിയിൽ ആ ഒരു ആശയത്തെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാർൽ മാർക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ റിലേഷൻസ് എക്സ്ചേഞ്ച്, അതുപോലെ സോഷ്യൽ റിലേഷൻസിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടണം. ഇൻഡിവിജ്വൽസും സ്റ്റേറ്റും തമ്മിൽ അവിടെ മ്യൂച്വലായിട്ടൊരു സോഷ്യൽ റിലേഷൻസ് വിത്ത് സ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ കൺസെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഫോർ ദി ഡൊമിനൻസ് ഓഫ് ദ സ്റ്റേറ്റ് ത്രൂ ദ ഹെഗമോണിസം, അതായത് ഹെജ്മോണിസിങ് ഇമ്പൾസസ് ഓഫ് ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രാക്ടീസസ് ആൻഡ് കൺകമിറ്റൻറ്റ് മിത്സ് ആൻഡ് സിംബൽസ് ഓഫ് ദ സൈറ്റ് ഓഫ് സിവിൽ സൊസൈറ്റി. അപ്പോൾ സിവിൽ സൊസൈറ്റി ക്യാരക്ടറൈസ് ചെയ്യുന്ന കുറേ സെറ്റ് ഓഫ് സോഷ്യൽ റിലേഷൻസ്, സോഷ്യൽ ബിഹേവിയർ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സോഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന രീതിയിൽ നിലവിലുള്ള സിംബൽസ്, വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ പ്രാക്ടീസസ്, ദെൻ കൺകമിറ്റൻ്റ് മിത്ത്, വിശ്വാസങ്ങൾ, ഇതെല്ലാം പൗരസമൂഹത്തിനെ ഇങ്ങനെ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ആ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പൗരസമൂഹത്തിൽ നിലവിലുള്ള ചില ഹെജ്മോണിയസ് ആയിട്ട് പണ്ടുകാലം മുതലേ വിശ്വസിച്ച് പോരുന്ന കുറേയധികം കാര്യങ്ങൾ, അവയെല്ലാം സൊസൈറ്റിയെ ഇന്ന് പിടിച്ചടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൊസൈറ്റി എന്ന് തന്നെ ഒരു ക്യാപ്റ്റീവ് സിവിൽ സൊസൈറ്റി എന്ന് പറയാം. ഈ ക്യാപ്റ്റീവ് സിവിൽ സൊസൈറ്റി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെവല്യൂഷൻസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ഈവൻ അണ്ടർ ക്ലാസിക് കേസസ് ഓഫ് ദി പ്രസൻസ് ഓഫ് റിക്വയർഡ് എക്കണോമിക് ക്രൈസിസ്. ഇപ്പോൾ ഗ്രാംസി എന്ന് പറയുന്ന സോഷ്യൽ തിങ്കറിൻ്റെ അഭിപ്രായത്തിലെ ഹെജ്മണി, ആ ഹെജ്മണി എന്നത് ശരിക്കും ഒരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി ദാറ്റ് കുഡ് വെരി വെൽ became a property of the proletariat and subaltern masses. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെജ്മണിയോസ് പണ്ടുകാലം മുതൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും സമൂഹത്തിൻ്റേതായ ചില പൊതു സ്വഭാവങ്ങളും എല്ലാം തന്നെ അത് വളരെയധികം വെൽ പ്രാക്ടീസ്ഡ് ആണ് ഇന്നത്തെ സൊസൈറ്റി എന്ന് നോക്കുമ്പോഴേക്കും. അതിനെല്ലാം അടിമകളാണ് കുറേയധികം ജനങ്ങളെന്ന്. സോ അദ്ദേഹത്തിൻ്റെ റെവല്യൂഷണറി സ്ട്രാറ്റജിയിൽ ഗ്രാംസി ഡിമാൻഡ് ചെയ്യുന്നത് എന്തെന്നാൽ ഇവിടെ ഒരു അലയൻസ് എല്ലാ ഒപ്പോണൻസുമായി ബന്ധപ്പെട്ടുണ്ടാവണം. അതായത് ബൂർഷ്വാസി സൈഡിൽ നിന്നും പ്രോളിറ്റേറിയറ്റ് സൈഡിൽ നിന്നും. ഈ ബൂർഷ്വാസീസിനെ തീർച്ചയായിട്ടും നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ അവിടെ പ്രോളിറ്റേറിയറ്റ് വിഭാഗം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുതലാളി വിഭാഗവും തൊഴിലാളി വിഭാഗവും. തൊഴിലാളി വിഭാഗം ഉണ്ടെങ്കിലേ മുതലാളികൾക്ക് നിലനിൽപ്പുണ്ടായുള്ളൂ. അപ്പോൾ മുതലാളിമാരുടെ ശത്രുക്കളായിരിക്കും പ്രോളിറ്റേറിയറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവരുടെ ഇടയിൽ എന്ത് വേണം? അലയൻസ് ഉണ്ടാവണം, ഒരു സഖ്യത, ഒരു സൗഖ്യം, ആ ഒരു സഖ്യം, അലയൻസ് ഉണ്ടാവണം. സോ ദിസ് അലയൻസ് ഗ്രാംസി ആർഗ്യൂസ് ഷുഡ് ഹെജ്മോണിസ് ദ സിവിൽ സൊസൈറ്റി ഇൻ ഓർഡർ ടു ചലഞ്ച് ആൻഡ് റീഓർഡർ ദ പൊളിറ്റിക്കൽ സൊസൈറ്റി. അപ്പോൾ ഈ പറയുന്ന അലയൻസ് ആര് തമ്മിൽ? ബൂർഷ്വാസിയും പ്രോളിറ്റേറിയറ്റും തമ്മിലുള്ള അലയൻസ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ അത് പണ്ടേ ഇങ്ങനെ
ആ ഒരു തരത്തിലാണ് ബൂർഷ്വാസിയും അതായത് ക്യാപിറ്റാലിസ്റ്റും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സും തമ്മിൽ അതിങ്ങനെ സിവിൽ സൊസൈറ്റിയിൽ അവരുടെ ആ ഒരു രീതി പ്രകാരമാണ് അതങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ സൊസൈറ്റിയിൽ ഈ സിവിൽ സൊസൈറ്റിയിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ അതിനെ ചലഞ്ച് ചെയ്യണം, അതിനെ ഒന്ന് തിരുത്തി കുറിക്കണം, അതിനെ റീ ഓർഡർ ചെയ്യണം. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സൊസൈറ്റിയും അതിനനുസരിച്ചൊന്ന് റീ ഓർഡർ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ, ഗ്രാംഷിയൻ നോഷൻ, ഇതെന്താ കാണുന്നത്? അപ്പോൾ പൊളിറ്റിക്കൽ ഓർഡറിൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് ശരിയായ രീതിയിലല്ല. ആര് തമ്മിലുള്ള? നമ്മളുടെ ബൂർഷ്വാസിയും പ്രോളിറ്റേറിയറ്റും, എന്ന് വെച്ചാൽ ക്ലാസിക്കൽ രീതിയിൽ പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റാലിസ്റ്റ് വിഭാഗവും തമ്മിൽ. ദോ ഹിസ്റ്റോറിക്കലി ദ സ്പേസ് പ്രൊവൈഡഡ് ബൈ ദ സിവിൽ സൊസൈറ്റി ഹാസ് ബീൻ അപ്രോപ്രിയേറ്റഡ് ആൻഡ് ഹെജിമൊണൈസ്ഡ് ബൈ ദ ഡൊമിനൻറ്റ്. അപ്പോഴിവിടെ സൊസൈറ്റിയെ ആരാണ് ഹെജിമൊണൈസ് ചെയ്യുന്നത്? ഡൊമിനൻറ്റ് ക്ലാസ്സാണ്. ഈ ഡൊമിനൻറ്റ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡൊമിനൻറ്റ് ക്ലാസ് ഇവരെ തീർച്ചയായിട്ടും എന്ത് ചെയ്യപ്പെടുകയാണ്? അടിച്ചമർത്തുകയാണ്, അല്ലേ? അപ്പോൾ ഡൊമിനൻറ്റ് ക്ലാസ്സിൻ്റെ അടിച്ചമർത്തലിന് വിധേയമായിക്കൊണ്ടാണ് വർക്കിംഗ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന പോസിബിലിറ്റീസ് എന്താണ്? സോ ഹിയർ ദ പോസിബിലിറ്റീസ് ഫോർ ദ റീ അപ്രോപ്രിയേഷൻ ഓഫ് സിവിൽ സൊസൈറ്റി ബൈ അതർ സോഷ്യൽ ആക്ടേഴ്സ് ആസ് വെൽ. അപ്പോഴിവിടെ സൊസൈറ്റിയിലെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സോഷ്യൽ ആക്ടേഴ്സ് ഉണ്ടാവേണ്ടതുണ്ട്. ഹവർ ഇൻ റീസെൻറ്റ് ടൈംസ് തിയറിസ്റ്റ് ലൈക്ക് പാർത്ഥ ചാറ്റർജി, അതേപോലെ തന്നെ സുദീപ്ത കവിരാജ്, ഇവരുടെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആർഗ്യുമെൻറ്റ്സ് സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ പൊതുവായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചാണ് അവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്തെന്നാൽ ഫാലിബിലിറ്റി ആൻഡ് ഇൻകോമ്പാറ്റബിലിറ്റി ഓഫ് ദി വെസ്റ്റേൺ ഐഡിയാസ് ആൻഡ് ദി ഫോംസ് ഓഫ് ഗവേണൻസ് ദാറ്റ് ഹാവ് ബീൻ ഇമ്പോസ്ഡ് ത്രൂ കൊളോണിയൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ പണ്ടത്തെ ആ കൊളോണിയൽ ഇൻ്റർവെൻഷൻ്റെ ആ ഒരു രീതി ശാസ്ത്രം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. അപ്പോൾ വെസ്റ്റേൺ ഐഡിയാസിനനുസരിച്ച് ഇവരെ എന്താ പറയുക, ഫാലിബിലിറ്റി ആൻഡ് ഇൻകോമ്പാറ്റബിലിറ്റി, പൊരുത്തക്കേടുണ്ട്. അപ്പോൾ പൊരുത്തക്കേട് അത് ഗവൺമെൻറ്റിൻ്റെ രീതിയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ശൈലിയിലൊക്കെയുണ്ട് പൊരുത്തക്കേട്. ആ പണ്ടത്തെ കൊളോണിയൽ ഇൻ്റർവെൻഷൻ്റേതായ ആ ഒരു തലത്തിലും എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദിസ് ഇമ്പോസിഷൻ for quite a long time has initiated various processes in its attempt to introduce political modernity. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ആധുനികത എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഒരു മോഡേണിറ്റി ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴേക്കും ആ മോഡേണിറ്റി എന്നത് പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണോ എന്നതുകൂടി ചിന്തനീയമാണ്. അതും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഐഡിയാസ് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള ആ ആശയങ്ങളൊന്നും തന്നെ അതൊരു പക്ഷേ നമ്മളുടെ ഇന്ത്യൻ സിറ്റുവേഷനിൽ അത് ഗുണപ്രദമാകണമെന്ന് ഇല്ല. കാരണം അവിടുത്തെ സൊസൈറ്റിയിലും അവിടുത്തെ സ്ഥാപനത്തിൻ്റെയും നേച്ചറും ഇവിടെയുള്ള സ്ഥാപനവും സൊസൈറ്റിയും സ്റ്റേറ്റ് ഇവരുടെയൊക്കെ നേച്ചർ പരിശോധിക്കുമ്പോഴേക്കും ദേ ആർ സബ്സ്റ്റാൻഷ്യലി ഡിഫറൻറ്റ് ഫ്രം ദോസ് ഓഫ് ദെയർ യൂറോപ്യൻ കൗണ്ടർ പാർട്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൗരസമൂഹത്തിൻ്റെ മേലെ സൊസൈറ്റിയുടെ ആധിപത്യം അത് എത്രത്തോളമാണ് അത് ഗുണകരം എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഡെമോക്രസി അതിൻ്റെ അർത്ഥതലത്തിലേക്ക് ആ ട്രൂ സെൻസിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിനോടൊപ്പം തന്നെ കോമ്പാറ്റബിളായിട്ട് സിവിൽ സൊസൈറ്റിയും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും ഇതെല്ലാം സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം എന്നത് അത് പ്രവർത്തന പദത്തിലെന്നത് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കൺസെപ്റ്റിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യപ്പെടുമ്പോൾ ഈ സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിലേക്ക് പോകാം. ദാറ്റ് മേ കോസ് ദ മെനി ഡിസ്റ്റോർഷൻസ്. ദ വ്യൂ വിത്ത് skepticism the attempt of those scholars who are privileging the civil society by decrying the dominant role of the state. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഡോമിനൻ്റ് റോൾ, ആധിപത്യത്തിലുള്ള ആ ഒരു ഡോമിനൻ്റ് പൊസിഷൻ അതവർ ഒഴിവാക്കുവോ? ഇല്ല. അവർ സൊസൈറ്റി എന്ന രീതിയിൽ പൗരസമൂഹത്തിൻ്റെ പ്രാധാന്യത്തെ വിലയിരുത്തുവോ? ഇല്ല. അപ്പോൾ ഡോമിനൻ്റ് റോൾ ആർക്കാണ്? സ്റ്റേറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റ് കുറച്ച് കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? പൗരസമൂഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഡ്രോയൽ എന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, അവരുടെ അവകാശങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം. ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ജനങ്ങളുടെ പൗരസമൂഹത്തിൻ്റെ മേലെ കടന്നാക്രമണം കയറ്റരുത്. പാർത്ഥ ചാറ്റർജി ഹോപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്ത്യൻ സിറ്റുവേഷൻ ബൈ ഡിവൈസിങ് എ ന്യൂ കൺസെപ്റ്റ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനുമായി കണക്ട് ചെയ്ത് പുതിയ ഒരു കൺസെപ്റ്റിന്
പുതിയൊരു എന്താ പറയുക, പുതിയൊരു രീതിശാസ്ത്രം എന്ന് പറയാം, ഡിവൈസ് ഇവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പരിശ്രമമാണ്. അതിനെയാണ് നാം അദ്ദേഹം പേര് കൊടുത്തതാണ് പൊളിറ്റിക്കൽ സൊസൈറ്റി. ആ പൊളിറ്റിക്കൽ സൊസൈറ്റി സിവിൽ സൊസൈറ്റിയിൽ നിന്ന് തികച്ചും എങ്ങനെയാണ് ഡിഫറൻ്റ് ആണ് അല്ലേ. സോ ഇറ്റ് ഡിസ്റ്റിങ്വിഷിങ് ഇറ്റ് ഫ്രം ദി സിവിൽ സൊസൈറ്റി, പൊളിറ്റിക്കൽ സൊസൈറ്റി ആൻഡ് സിവിൽ സൊസൈറ്റി. ഓക്കെ, ഹി അട്രിബ്യൂട്ട്സ് ദ റൈസ് ഓഫ് വേരിയസ് ഫോംസ് ഓഫ് പോപ്പുലിസം. അപ്പോൾ ജനങ്ങളുടെ ഇസങ്ങൾ, ജനങ്ങളുടെ ചിന്തകൾ, അവരുടെ തിയറീസ്, പോപ്പുലിസം. അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇസങ്ങൾ, രാഷ്ട്രീയമുണ്ട്. അത് ഒരു എന്താ പറയുക, പൊളിറ്റിസം എന്ന് പറയാം. രാജ്യം, രാഷ്ട്രം, രാഷ്ട്രീയം, അപ്പോൾ പോപ്പുലിസം. അപ്പോൾ ഇന്ത്യൻ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ഇസങ്ങളില്ലേ, അതുണ്ട്. അതെല്ലാം തന്നെ പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോഴേക്കും ദാറ്റ് സിഗ്നിഫൈസ് ദ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സ്റ്റേറ്റും മാസസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ കവിരാജ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഡിബേറ്റ് ഓൺ സിവിൽ സൊസൈറ്റി എന്താണ് പറയുന്നത്? ഡിബേറ്റ് ഓൺ സിവിൽ സൊസൈറ്റി. ആ ഡിബേറ്റ് ഓൺ സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴേക്കും അവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻസ്ട്രക്റ്റീവ് വിച്ച് ഈസ് ആസ് ഫോളോസ്. എന്താണ് ആ ഇൻസ്ട്രക്റ്റീവ് എന്നത്? ഇറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം ദാറ്റ് ദ ഡിബേറ്റ് അബൌട്ട് സിവിൽ സൊസൈറ്റി റിമൈൻ ഇൻകൺക്ലൂസീവ്. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ പൊതു സ്വഭാവം, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, അതെല്ലാം തന്നെ പൂർത്തീകരിക്കാനാവാത്ത രീതിയിൽ ഇന്നും തുടർന്നു പോവുകയാണ്. ബട്ട് ദീസ് ആർ നോട്ട് ഫോർ ദാറ്റ് റീസൺ ഫ്രൂട്ട്ലെസ്. ആഫ്റ്റർ ആൾ ദീസ് ഡിബേറ്റ്സ് form the part of a collective reflection of the nature of the conditions which political democracy requires to take root and flourish. അപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി ഇവിടെ എന്ത് ചെയ്യണം? തഴച്ചു വളരണം. അതിനാരുടെ സഹായം വേണം? നമ്മളുടെ സിവിൽ സൊസൈറ്റിയുടെ സഹായം അത്യന്താപേക്ഷിതം. എന്നാൽ മാത്രമേ അതിനെ തഴച്ചു വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ പ്രിസൈസ്ലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് എലുസീവ്നെസ് ആൻഡ് ഇൻട്രാക്റ്റബിലിറ്റി, the idea of civil society in the third world which focuses us to think about the social terrain behind explicit political institutions and try to explicate what happens in that essential but relatively dark analytical space. അപ്പോൾ നമ്മളുടെ ഡാർക്ക് അനലിറ്റിക്കൽ സ്പേസ് എന്നുള്ളത് ഏതാണ്? സിവിൽ സൊസൈറ്റിയാണ്. ഇവിടെ ഡൊമിനൻ്റ് സ്പേസ് ആർക്കുള്ളതാണ്? നമ്മളുടെ പൊളിറ്റിക്കൽ സൊസൈറ്റി. അപ്പോൾ പൊളിറ്റിക്കൽ സൊസൈറ്റി അവർക്ക് ഡൊമിനൻ്റ് ആകാനുള്ള സ്പേസ് കൊടുക്കുന്നതാരാണ്? സിവിൽ സൊസൈറ്റി. അതുകൊണ്ട് പൊളിറ്റിക്കൽ സൊസൈറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സിവിൽ സൊസൈറ്റിയുടെ റൈറ്റ്സ്, അത് അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ട് എന്നതാണ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ സിവിൽ സൊസൈറ്റിയിലെ ഈ മോഡേൺ സൊസൈറ്റിയിലെ ഈ ഒരു മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്, അതിലൊക്കെ പുതിയ മാനങ്ങൾ, പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് വിലയിരുത്തലായിട്ട് എടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാ വിദ്യാർത്ഥികളും വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും ക്ലാസ് കേട്ടതിന് ശേഷം ഈ സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ് അത് കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.